വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി 24 മണിക്കൂറിനിപ്പുറവും കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മീനാക്ഷി പുഴയിൽ ഒഴുക്ക് കൂടിയതും മഴ ശക്തമായി പെയ്യുന്നതും പ്രതിസന്ധിയാകുന്നുണ്ട്. അപകടം നടന്ന പ്രദേശത്തു നിന്നും ചെളിയും മണ്ണും കുത്തിയൊലിച്ച് എത്തുന്നുമുണ്ട്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് 5 പേർക്ക് വേണ്ടിയുള്ള ഇന്നത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. 4 സോണുകളായി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം. മന്ത്രിമാരായ ടി സിദ്ദിഖും AP അനിൽകുമാറും ദുരന്തമുഖത്ത് നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ചികിത്സയിലുള്ള 7 പേരുടെ നില തൃപ്തികരമാണ്. അപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്നു തന്നെ നാട്ടിലേക്ക് എത്തി. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നുപോകും. അപ്പോൾ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും ഒന്നിച്ച് ഇത് വളരെ വിഷമകരമായിട്ടുള്ള ഈ ഘട്ടം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ശാസ്ത്രീയമായിട്ടുള്ള എന്ത് പഠനം ഈ കാര്യത്തിൽ നടക്കണം എന്നുള്ളത് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാണ്. ചൂരൽമല ഭാഗത്ത് ഡോക്ടറുടെയും അതുപോലെ നേഴ്സസിൻ്റെയും മെഡിസിൻ്റെയും സൗകര്യത്തോടു കൂടി സബ് സെന്റർ ഈ മഴ കഴിയുന്നത് വരെ ക്രമീകരിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. അത് DMOക്ക് ഇന്ന് തന്നെ നിർദ്ദേശം കൊടുക്കും. ഇപ്പോൾ പല സമയത്തും പോളിടെക്നിക് ആണെങ്കിൽ സ്കൂളുകളാണെങ്കിലും അവിടേക്ക് മാറ്റുമ്പോൾ കുട്ടികളുടെ അധ്യയനം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാൻ പെർമനന്റ് ഷെൽട്ടർ ഹോം വേണം എന്നുള്ളതായ ആവശ്യം അത് നേരത്തെ അംഗീകരിക്കപ്പെട്ടതാണ്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇന്ന് തന്നെ ജില്ലാ കലക്ടറെ ഈ കാര്യത്തിൽ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് ചുമതലപ്പെടുത്തും. മുബഷീർ P. അക്ബറും ദീപക് മോഹനുമുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആദ്യം മുബഷീറിലേക്ക് പോവുകയാണ്. മുബഷീർ, ഇതിപ്പോൾ 4 സോണുകളാക്കി തിരിച്ചുള്ള അന്വേഷണമാണ്, തിരച്ചിലാണ്. ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനിയും 5 മനുഷ്യർ എവിടെയുണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ തിരച്ചിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്? ശ്രുതി, പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഏറ്റവും ഒടുവിൽ 2 പേരുടെ ജീവനറ്റ ശരീരങ്ങൾ കണ്ടെടുത്തിരുന്നത്. ഏറെ സങ്കടത്തോടെ നമ്മൾ ആ ഒരു കാഴ്ച കണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ഇതുവരെയായിട്ടും ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം 5 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഈ തൊഴിലാളികളുടെ ലേബർ ക്യാമ്പ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മേഖലയിലായിരുന്നു ഈ കെടാവർ നായകൾ സ്പോട്ട് ചെയ്തിരുന്നത്. ഇന്നും ആ മേഖലയിലൂടെ നായകളെ കൊണ്ടുപോയ സമയത്ത് അവ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആഴത്തിൽ 4 ആൾ പൊക്കത്തിലൊക്കെ തന്നെ മണ്ണ് അടിഞ്ഞുകൂടി കിടക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ അല്ലെങ്കിൽ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ ഒരാളെ, മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെ താഴ്ഭാഗത്ത് കണ്ടെത്തിയെന്ന രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ടത് സ്ഥിരീകരിക്കാനും സാധിച്ചിട്ടില്ല. 18 പേർക്ക് കാണാതായതിൽ അതിൽ 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 3 പേരുടെ മരണം സംഭവിച്ചു. ബാക്കി 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ഈ മഴ മൂലം താഴ്ഭാഗത്ത് കൂടി ഒഴുകുന്ന പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ശക്തമായുള്ള കുത്തിയൊലിച്ച് പുഴ ഒഴുകുന്നത് മൂലം വീണ്ടും മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചു വീഴുന്നൊരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. രക്ഷാദൗത്യത്തെ അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി കാര്യങ്ങൾ മറികടന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 4 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള രക്ഷാ ദൗത്യമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് NDRFന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ അപകടം സംഭവിച്ച ഒരു മേഖലയിൽ ഒരു ഭാഗത്തും, പോലീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം മറ്റൊരു ഭാഗത്തും, അതോടൊപ്പം ഫയർഫോഴ്സിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റി അടങ്ങുന്ന സംഘങ്ങളുടെ നേതൃത്വത്തിൽ 4 ഔദ്യോഗിക സംഘങ്ങൾ അടങ്ങുന്ന ആളുകളാണ് ഈ മേഖലയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സ്പോട്ട് ചെയ്താൽ അങ്ങോട്ടേക്ക് കൂടുതൽ ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കും. നിലവിൽ ദൃശ്യങ്ങളിൽ കാണുന്ന രക്ഷാപ്രവർത്തനത്തിൽ എത്തിച്ചേർന്നുള്ള വിവിധ സംഘടനകളിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കാത്ത പശ്ചാത്തലത്തിലാണ്